മലയാളികൾ പ്രവാസികളായി ജീവിക്കുന്ന മധ്യപൂർവേഷ്യയിലെ നഗരങ്ങളിലൊന്ന്. ഒരു വ്യാഴാഴ്ച രാത്രി വാരാന്ത്യത്തിൻ്റെ ഉല്ലാസത്തിലാണ് എല്ലാവരും. അവന്മാര് തുടങ്ങിയടാ. സതീഷ, നീ ചീട്ട് ഷഫിൾ ചെയ്യടാ. വ്യാഴാഴ്ച തുടങ്ങി ചീട്ടുകളിയും മറ്റും. വേറെ അടിച്ചുപൊളിയൊന്നും ഇല്ലടേ. ഞങ്ങൾക്ക് എന്താ അടിച്ചുപൊളി സാർ? വീക്കെൻഡായ അടിച്ചു പൊളിക്കണമെന്നാ എന്റെ പോളിസി. അല്ലാതെ അന്യനാട്ടിൽ കിടക്കണം നമുക്കൊക്കെ എന്ത് സന്തോഷം. ഓക്കെ, യു ക്യാരി ഓൺ. അബു, ഒരു കാര്യം, നാളെ വൈകിട്ട് നമുക്ക് സൈറ്റിലേക്ക് ഒന്ന് പോകണം. ഉച്ചയ്ക്ക് ഞാൻ വിളിക്കാം. ഓക്കെ? അത് തന്നെ. എടാ അബു, ഇനി നീ അവന് കളി പറഞ്ഞു കൊടുത്താൽ നിന്റെ ചവിട്ടിലും കയറും കൊടുക്ക്. എന്റെ കളി നിങ്ങൾ കണ്ടിട്ടില്ല. ധൈര്യം നിങ്ങൾ നേരിട്ടൊന്ന് മുട്ട്. പിന്നെ അതിനൊരു ദിവസം നീ കളിക്കാൻ വന്നിട്ടുണ്ടോ? ബെഡായിക്കിട്ടൊരു കുറവുമില്ല. അതിന് എനിക്ക് എവിടെയാ നേരം? ഏത് സമയത്തും സൈറ്റിൽ നിന്ന് എഞ്ചിനീയർമാരുടെ വിളിയല്ലേ. ഇതാ കണ്ടില്ലേ? ഹലോ. ഓണസ്. എടാ അബു, ഈ പ്രാവശ്യം ഞാൻ കൂടെ കിടക്കും. ഇവനെവിടെ പോയി? ഓക്കെ. നീ എങ്ങോട്ടാ പോയി ഈ സമയത്ത്? നീ ഇങ്ങോട്ട് വന്നൊരു കാര്യമുണ്ട്. ഈ കളി ഒന്ന് കഴിയട്ടാ. ഡേ അലമ്പാക്കാതെ പോയിട്ട് വാടേ. എന്തോന്നടേ ഇത്. ശ്രീനി, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 50 ദിർഹംസ് വേണം. എന്താടാ ഈ രാത്രിയിൽ നിനക്ക് ഇത്ര അത്യാവശ്യം? നീ എവിടെ പോവാ? അതൊക്കെയുണ്ട്, ഞാൻ വന്നിട്ട് പറയാം. അത് കുഴപ്പമില്ലടാ. അല്ല, ഈ അസമയത്ത് നീ ഇപ്പം എങ്ങോട്ടാ? ഇപ്പം തന്നെ സമയം എത്രയെന്നാ നിന്റെ വിചാരം? അതല്ല, ഞാൻ വന്നിട്ട് പറയാടാ. അത്രയ്ക്ക് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ. ഓക്കെ. എവിടെയാ? ഏറി വന്നൊരു അരമണിക്കൂർ. പേടിക്കണ്ട, എന്തിനും വഴിയുണ്ടാക്കാം. ഇല്ല, يلا അബു
ഇതാരെന്നെ തമ്പുരാനെ? നീ ഞാൻ തന്നെ സഫിയ, പൊന്നറയിലെ സഫിയ. നീ ഇവിടെ എത്തി? എവിടെ നിന്റെ ഹസ്ബൻഡ്? ഞാനിവിടെ ഫാമിലി വിസയിൽ വന്നൊന്നുമല്ല. എ മോസ്റ്റ് ഒബീഡിയൻ ഡൊമസ്റ്റിക് സെർവന്റ്. തിരിഞ്ഞില്ലേ? പച്ച മലയാളത്തിൽ ഒരു വീട്ടുവേലക്കാരി. എന്റെ റബ്ബേ, എന്നാലും എനിക്ക് വിശ്വാസം വരണില്ല. പൊന്നറയിലെ കുട്ടി എന്താ എങ്ങനെയൊക്കെ? നീ സത്യം പറ സഫിയ. പാവം എൻ്റെ മോള്. അവൾക്ക് വേണ്ടിയല്ല. സഫിയ കരയാതെ. ആളുകള് നിന്റെ ടെലിഫോൺ നമ്പർ ഇതാ, ഞാൻ വിളിക്കാം. അബുവിന്റെ നമ്പർ തന്നാ മതി, ഞാൻ വിളിക്കാം. വലിയ ഷോപ്പിങ്ങിലാണല്ലോ. ആ, അടുത്തയാഴ്ച നാട്ടിൽ പോവാ. ഇളയ പെങ്ങടെ നിക്കാഹ. ആര്? നാദിരാൻ്റെയോ? ആ അതെ. ദാ, നീ മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ തിരിച്ചു വിളിച്ചോളാം. നാട്ടിലെന്തെങ്കിലും കൊടുക്കാനുണ്ടെ ഇപ്പം തന്നെ വാങ്ങിച്ചോ. നിന്റെ കുട്ടിക്ക് എത്ര വയസ്സായി? صفية فين انت فين؟ تعال هنا. ഞാൻ എത്തിക്കൊണ്ടിരിക്കുക, നീ ബേജാറാവണ്ടിരി. ആ, പറഞ്ഞ സ്ഥലത്തിന് നിന്നാ മതി. സഫിയ, വേഗം വാ. നമുക്ക് വേഗം പോവാം. എങ്ങോട്ട്? വേഗം വണ്ടി വിട്. ഏത് നരകത്തിലേക്കെങ്കിലും ഇപ്പോഴൊന്നും എന്നോട് ചോദിക്കരുത് പ്ലീസ്. ഐ ബെഗ് യു പ്ലീസ്. എന്താ? എന്ത് പറ്റിന്ന് പറ. ഒക്കെ പിന്നെ പറയാം. വേഗം വണ്ടി വിട്. ഇവിടുന്ന് ആദ്യം രക്ഷപ്പെടണം. അവരുടെ കയ്യിലെങ്ങനെ കിട്ടിയാലേ.
നീ ഇന്നൊന്നും കഴിച്ചില്ലേ? 2 ദിവസമായി അവരെനിക്ക് എന്തെങ്കിലും തന്നിട്ട്. ഛേ, ഇനിയും വാങ്ങാം. നീ മെല്ലെ കഴിച്ചാ മതി. ഉഹും. അത് അവര് തന്നെയാണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. വേഗം വിട്ടോ. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അവനറിയോ ഞാൻ അവിടെ കിടന്ന് ചത്തുപോയിനെ. നീ സമാധാനപ്പെടു സഫിയ. ആരും കാണാത്തടത്തേക്ക് നമ്മളിപ്പോ പോകുന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പ്. നീ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യ്. ശ്രീനി, ആ ശ്രീനി, എന്ത് പണിയാ അബു നീ കാട്ടിയത്? ആ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് ഫുഡ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എടാ എന്താ എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ശ്രീനി, ഞാനൊരു കുഴപ്പത്തിൽ പെട്ടിരിക്കുക. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. നിന്റെ പോക്ക് കണ്ടപ്പോഴേ തോന്നി എനിക്ക് എന്തോ ഗുലുമാലാണെന്ന്. എന്താ കാര്യം? ഞാൻ പറയാം, നീ വാ. എടാ, അടുത്ത മാസം പെണ്ണ് കെട്ടാൻ നാട്ടിൽ പോകാനുള്ളല്ലേ? അതിനിടയിൽ പണി സ്ഥലത്ത് നിന്ന് പെണ്ണിനെ ചാടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ ശിക്ഷ എന്ന് നിനക്കറിയോ? നീ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നത്. എന്ത് ചെയ്യാം? വഴിയിൽ കളയാനും വയ്യ, തലയിൽ വെക്കാനും വയ്യ. ഇനി നീയും കൂടി കൈവിട്ടാ? നീ വിഷമിക്കണ്ട, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. എന്താ? എന്ത് വഴി? നീ നമ്മുടെ കബീർ ഖാനെ ഒന്ന് വിളിക്ക്. അത് വേണോ? എടാ, വേറെ വഴിയില്ല. അയാൾക്ക് സിറ്റിയിൽ നല്ല പിടിപാടാ. സ്വന്തമായിട്ട് ഫ്ലാറ്റും ബിസിനസ്സും ഒക്കെ ഉള്ള ആളാ. കേട്ടെടുത്തോളം അയാൾ അത്ര നല്ല ആളല്ല. എല്ലാ പശുവും എല്ലാ പുല്ലും തിന്നില്ല. ഇപ്പൊ കബീർക്കയുടെ സഹായമാണ് നമുക്ക് ആവശ്യം. പിന്നെ അയാളെ ഞാൻ വിളിക്കില്ല, നീ വിളിക്ക്. അയാളുമായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ആ, റിങ് പോകുന്നുണ്ട്. എന്നാ ഹലോ. ഹലോ, ഞാനാ അബു. ശ്രീനിയുടെ കമ്പനിയിലെ ഒരു സഹായം വേണം. അതായി അസമയത്ത്. എന്താ വേണ്ടതെന്ന് തുറന്നു പറ. ആർക്കും എപ്പോഴും സഹായം ചെല്ലല്ലേ ഈ കബീർ ഖാന്റെ പണി. എനിക്കറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തൽക്കാലം ഒരു അഭയം വേണമായിരുന്നു. ഓളാരാ? എന്റെ സെറ്റപ്പാ? എത്ര പ്രായമുണ്ട്? ഏടുന്ന ചാടി? പ്രശ്നമാണ്. എന്നാലും ഞാൻ തർത്തീവാക്കാം. എടോ, വേണമെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പുതിയ പാസ്പോർട്ടും വിസയും ഞാൻ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ജോളം കൊണ്ടിങ്ങ് പോര്. ഇപ്പൊ വരാൻ പറ്റില്ല. സ്വന്തം പെങ്ങളാന്ന് കരുതി. അതൊക്കെ ഇജ്ജ് കരുതിയാ മതി. എല്ലാരും പെങ്ങളായ പിന്നെ നമ്മൾ എന്ത് ചെയ്യൂടോ? ജോളം കൊണ്ടിങ്ങ് പോര്. എന്റെ റൂം കാലിയാടോ. ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ ഒന്ന് പറയാം. അവളിപ്പോ ഒരു കുടുംബത്തിന്റെ കൂടെയാ. ഈ സമയത്ത് അവിടെ പോവാനാവൂല. ഇയാളൊരു ഐസ് കെട്ടാണല്ലോടോ. എടാ, നീ എന്തെങ്കിലും ഉതിരും പറഞ്ഞിങ്ങോട്ട് കൊണ്ടുപോരി. ഞമ്മക്ക് 3 അവിടെ കൂടാന്ന്. നേരം വൈകി, ഞാൻ നാളെ വിളിക്കാം. ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചു തരാത്ത നായിന്റെ മോൻ ഇവനാ നമ്മളെ സഹായിക്കാൻ പോകുന്നത്. ഛേ, എന്താ വല്ല വഴിയും? എല്ലാവർക്കും ഞാനൊരു ഇടങ്ങേറായി. ഇപ്പൊ നിങ്ങൾക്കും. നമ്മൾ കണ്ടുമുട്ടേണ്ടിയിരുന്നില്ല. നീ എനിക്കൊരു ഭാരമല്ല സഫിയ. നേരൊന്ന് ഇരുട്ടി വിളിക്കട്ടെ.
അതിനിടയിൽ എല്ലാം ശരിയാവും. എടാ മജീദേ, ആ നായ് മൊബൈൽ എടുക്കണല്ലോ. നിങ്ങൾ വിടണ്ട കബീർക്ക. ഉറക്കത്തിന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് ഊണില്ല എന്ന് പറഞ്ഞ മാതിരിയായി. സഫിയ, നിന്റെ കെട്ടിയോനെ പറ്റി വിവരമൊന്നുമില്ലേ? അയാൾ ഈ നഗരത്തിൽ എവിടെ ഉണ്ടെന്നാ കേട്ടത്. കണ്ടുപിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതൊരു ക്ലോസ് ചാപ്റ്ററാണ്. എന്നാലും അയാൾ നിന്റെ ഭർത്താവല്ലേ? ഭർത്താവ്. അയാളാണ് എൻ്റെ വിധി ഇങ്ങനെ ആക്കിയത്. അബുവിനറിയാലോ, എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞ എൻ്റെ ഉപ്പാൻ്റെ ചങ്ക് തകരും. അത്ര സ്നേഹിച്ചിലടച്ചു എന്നെ വളർത്തിയത്. പ്രതീക്ഷിക്കാതെ ഉപ്പാൻ്റെ ബിസിനസ് പൊളിഞ്ഞതോടെ എല്ലാം കഷ്ടത്തിലായി. ഉപ്പാൻ്റെ മരണത്തോടെ വീടും പണയത്തിലായി. എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല. അതിനിടയിലാണ് വളരെ കഷ്ടപ്പെട്ടിട്ടും ഉമ്മ എന്നൊരു ഗൾഫുകാരനെ കൊണ്ട് നിക്കാതെ കഴിപ്പിച്ചത്. എല്ലാ യാതനകളും അതോടെ തീരുമെന്ന് മോഹിച്ചു. പക്ഷെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് അയാള് എല്ലാം തുറന്നു പറയാൻ പറ്റൂല അബു. നേരിൽ കണ്ടെങ്കിൽ എല്ലാ കണക്കും ഞാൻ തന്നെ. സഫിയ, ഒരു തുണ്ട് കയറുകൊണ്ട് എല്ലാ പ്രശ്നവും എനിക്ക് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ എൻ്റെ മോള്, അവക്ക് വേണ്ടിയാ ഞാൻ ഈ മരുഭൂമിയിൽ അലയുന്നത്. അവക്ക് വേണ്ടിയാ പട്ടിണി കിടന്നതും തെരുവിൽ കേട്ടതൊക്കെ. ഒടുവിൽ മാനവും എന്തിനെന്റെ ജീവൻ കൂടി പോകുന്ന ഉറപ്പായപ്പോൾ ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അബു. അബു, എന്റെ മോക്ക് വേണ്ടി ഇനിയും എനിക്ക് ജീവിക്കണം. നീ വിഷമിക്കണ്ട സഫിയ, എല്ലാം നേരെയാവും. ഏതായാലും പഠിച്ചോൺ നിന്നെ എൻ്റെ അടുത്തുകൊണ്ട് എത്തിച്ചില്ല. ഞാൻ അടുത്ത മാസം നാട്ടിൽ പോകാൻ നിൽക്കുക. അതിനിടയിൽ ഒക്കെ ശരിയാവും. അബുവിന് ഭാര്യയും കുട്ടികളെയും കാണാൻ കൊതിയാവുന്നുണ്ടല്ലേ? അതിന് ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്രാവശ്യം ചിലപ്പോൾ നടന്നു. ഇത്രയും കാലം എന്തേ? സഫിയ പറഞ്ഞ പോലെ എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ. സഫിയ, നിനക്കറിയോന്നറിയില്ല, എനിക്കും ഉണ്ടായിരുന്നു ഒരു കിനാവ്. കൈപ്പിടിയിൽ നിന്ന് എപ്പോഴോ അറിയാതെ പാറിപ്പറന്നു പോയൊരു കിനാവ്. ദാ രണ്ടുപേരും ചായ കുടിക്കുക. ഭാര്യ നാട്ടിൽ പോയതുകൊണ്ട് ഒറ്റയ്ക്കാ വെപ്പും കൂടിയൊക്കെ. ചായ ശരിയായി കാണാനിടയില്ല. ഹേയ്, സാരമില്ലേ. സഫീക്കൊന്ന് ഫ്രഷ് ആവണമെങ്കിലാകാം. ഒരു മിനിറ്റ്, ഡ്രസ്സൊന്നും കയ്യിൽ കാണില്ലെന്നറിയാം. ഇത് സാലിയുടേതാ, എൻ്റെ വൈഫിൻ്റെ. തൽക്കാലത്തേക്കൊന്ന് മാറി കൊടുക്കുക. ഡ്രസ്സ് ആകെ മുഷിഞ്ഞിരിക്കുന്നു. താങ്ക്സ്. പുറത്ത് ആദ്യം കാണുന്ന ടോയ്ലറ്റ്. ഞാൻ സാധാരണ ജോഗിങ്ങിന് ഇറങ്ങുന്നത് മറ്റാരും പോകാത്ത വഴിയിലൂടെയാ. അതുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. മറ്റാരും കാണാത്ത കാഴ്ചകൾ, മറ്റാരും കേൾക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഗൾഫിലെ ജേർണലിസ്റ്റുകൾക്കിടയിൽ ജേക്കബ് കളരിക്കൽ ഇത്ര പ്രശ്നക്കാരനായത്. ബീച്ചിൽ വെച്ച് നിങ്ങളെ കാണാൻ പറ്റിയതും ശരിക്കും ഒരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് ആണ്. ശരിക്കും കഴിഞ്ഞ രാത്രി ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. പോവാനൊരിടവില്ലാതെ, സഹായം ചോദിക്കാൻ ശരിയായിട്ടൊരാളില്ലാതെ. എനിക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ജനവേദി ഞങ്ങളുടെ ലേബർ ക്യാമ്പിൽ വെച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിലാണ്. ഗൾഫിലെ മെഡിക്കൽ ക്യാമ്പുകൾ സ്വകാര്യ ആശുപത്രികൾക്ക് രോഗികളെ കൂട്ടാനുള്ള കൊടും ചതിയാണെന്ന് എത്ര പേർക്കറിയാം. അത് തന്നെ കൊണ്ട് ഒരു ഫീച്ചറിനുള്ള വക. അതൊക്കെ പോട്ടെ, എങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം? എനിക്കൊന്നും അറിയില്ല സർ. തൽക്കാലം സഫിയാക്കൊരു അഭയം. സാറ് വിചാരിച്ചാൽ. ഞങ്ങൾ ബാച്ചിലേഴ്സിന് ഇതൊന്നും കൈകാര്യം ചെയ്ത് പരിചയമില്ലല്ലോ. നീ എന്തറിഞ്ഞിട്ടാ സഫിയ ചാടിപ്പോന്നത്? ഇവിടെ നിയമം കർശനമാണെന്നറിയില്ലേ? സഫിയ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ? വിദ്യാഭ്യാസം, പ്രൊഫഷണൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ടെങ്കിലും നാട്ടിലൊരു ജോലി കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണ്ടേ സാർ? ഞങ്ങളെപ്പോലെ നിരാശ്രയരായ പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അന്യനാട്ടിൽ ജോലിക്ക് വരാതിരിക്കാനാവില്ലല്ലോ. ഞങ്ങളുടെ വിധി മറിച്ചല്ലോ സഫിയ. യു ആർ റൈറ്റ്.
നമ്മുടെ നാട്ടിൽ നിന്ന് അന്യനാട്ടിലേക്ക് വരുന്ന ഡൊമസ്റ്റിക് സർവൻറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ശ്രീലങ്കയിൽ നിന്ന്, ഫിലിപ്പീൻസിൽ നിന്ന്, എത്യോപ്യയിൽ നിന്നുമൊക്കെ ഒരുപാട് പേര്. അതിൽ അബ്സ്കൗണ്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. എവിടെയെങ്കിലും കുറച്ചു മാസം പണിയെടുക്കണം. ചില്ലറ കടം വീട്ടാനുണ്ട്. അത് കഴിഞ്ഞ് ടിക്കറ്റിന് പൈസയാവുമ്പോൾ നിയമത്തിന് മുന്നിൽ കീഴടങ്ങണം. അതുവരെ ഒരു അഭയം. നമുക്ക് നിയമത്തിൻ്റെ വഴി തന്നെ സ്വീകരിക്കാം. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. സഫിയയ്ക്ക് വേണമെങ്കിൽ ദാ ആ കട്ടിൽ കിടന്നുറങ്ങാം. ഞാൻ തറയിൽ കിടന്നോളാം. പക്ഷേ അതൊരു വല്ലാത്ത പക്ഷയാണ്. താമസിക്കാൻ തൽക്കാലം ഒരിടം, പിന്നെ സ്പോൺസറിൽ നിന്ന് റിലീസോ മറ്റോ. ഉണ്ടല്ലോ, ഡോക്ടർ രേഖ റഹ്മാൻ. സിറ്റിയിൽ വീനസ് ഹോസ്പിറ്റൽ നടത്തുന്ന. അതെ, ലെറ്റ് മീ ചെക്ക്. വാസവി, വരൂ വരൂ, ഇരിക്കൂ. ആ, താങ്ക് യു. ഇതാണല്ലേ അബു. ഇരിക്കൂ സഫിയ. മിസ്റ്റർ ജേക്കബ് പറഞ്ഞ പിന്നെ അപ്പീലില്ല. പത്രക്കാരനല്ലേ, പേടിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ഞാനൊരു ഷെൽട്ടർ തരാമെന്ന് ഏൽക്കുന്നത്. അതും വേറൊന്ന് ശരിയാവുന്നത് വരെ മാത്രം. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പെണ്ണ് അനുഭവിക്കേണ്ടി വരുന്ന വിഷമതകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ അബു, തന്നെപ്പോലെ ഒരാൾ തക്ക സമയത്ത് സഹായിക്കാനുണ്ടായത് തന്നെ വലിയൊരു കാര്യമാണ്. താങ്ക് യു ഡോക്ടർ. ഒരു ജോലിയൊക്കെ ശരിയാവുന്നത് വരെ മാത്രം. ആ, ജോലി. അബ്സ്കോണ്ടിങ്ങിന്റെ ലീഗൽ കോൺസിക്വൻസിനെ പറ്റി ഞാൻ ജേക്കബിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സ്പോൺസറിന്റെ നോ ഒബ്ജക്ഷൻ, റിലീസ്, അങ്ങനെ ഒരുപാട് നൂലാമാലകൾ. ആ, അതിന് നമുക്കൊരാളുണ്ടല്ലോ, റാംമോഹൻ. യു മീൻ യുവർ മാനേജർ? യെസ്, മാനേജർ. വെറും മാനേജർ അല്ല, ഓൾ ഇൻ ഓൾ. ആ, ഈ ഹോസ്പിറ്റലിന്റെ ക്രിയേഷനിൽ അയാളുടെ പാർട്ട് വളരെ വലുതാണ്. ഓക്കെ. നമുക്ക് അയാളോടൊന്ന് കൺസൾട്ട് ചെയ്യാം. New contract to protect domestic helpers. Agreement ensures safety and dignity of workers besides safeguarding employers' rights. Absconding domestic helpers will not get their dues and will be punished as per the entry and residency law. ഇന്നലെ മുതൽ രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ തൊഴിൽ നിയമമാണ്. ദാ ഇന്നത്തെ പത്രത്തിൽ തന്നെ ഉണ്ട്. സ്പോൺസറിൽ നിന്ന് ചാടിപ്പോകുന്ന ഡൊമസ്റ്റിക് സർവൻസിന് കുടിശ്ശിക ശമ്പളം പോലും കിട്ടുകയില്ല. മാത്രമല്ല, ജയിൽ ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരും. സോ ദി സിറ്റുവേഷൻ ഇസ് വേഴ്സ്. റാംമോഹൻ ഇവിടെയുള്ള സ്വാധീനം വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ഇഷ്യൂ അല്ലല്ലോ. തിരിച്ചു പോകാനാണെങ്കിൽ എംബസിയിൽ ചെന്നാൽ മതിയായിരുന്നു. ഒരു ടിക്കറ്റിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. അത് മതിയോ സഫിയ? സർ, നാട്ടിലുള്ള കുട്ടിയുടെ ഭാവിക്കും മറ്റ് കടങ്ങൾ വീട്ടേണ്ടതിനും സഫിയയ്ക്ക് കുറച്ച് നാളത്തേക്ക് കൂടി ഇവിടെ കഴിഞ്ഞേ മതിയാവും. മാത്രമല്ല, സഫിയ എഡ്യൂക്കേറ്റഡ് കൂടിയാണ്. റാംമോഹൻ വിചാരിച്ചാൽ സഫിയയ്ക്ക് നല്ലൊരു ജോലിക്ക് ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, വി ക്യാൻ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. സഫിയ ഒരു കാര്യം ചെയ്യൂ. സ്പോൺസറിനെ പറ്റി അറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് തരൂ. അയാളുടെ ടെലിഫോൺ നമ്പർ, ലൊക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും. രാമോഹൻ, ഞാൻ പുറത്തു വരെ ഇന്ന് പോയിട്ട് വരാം. സഫിയ അതുവരെ നഴ്സുമാരുടെ റൂമിലിരിക്കട്ടെ. ഞാൻ തിരിച്ചു വരുമ്പോൾ പിക്ക് ചെയ്യാം. ഇനി അധികം പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ എവറിത്തിങ് മാഡം. ഓക്കെ. അബു, ഈ എവിടെയായിരുന്നു ഇത്ര നേരം? എത്ര ടൈമായി ഞാൻ കാത്തുക്കാൻ തുടങ്ങി? അത് കബീർക്ക, എനിക്ക് പുറത്തു കുറച്ച് പണിയുണ്ടായിരുന്നു. എടാ, അനക്കൊരു ഇടങ്ങേറ് വരുമ്പോ നിന്നെ സഹായിച്ചില്ലെങ്കിൽ പഠിച്ചോൻ പൊറുക്കോ? ആട്ടെ, അന്റെ പെണ്ണെവിടെ? എന്റെ പെണ്ണോ? അതൊക്കെ എപ്പോഴും ഒഴിവാക്കി കബീർക്ക. അബു, അന്റെ തരികിട നിന്റെ അടുത്ത് വേണ്ട. ഞാൻ ഓൾക്ക് ബിസൈൻ റൂം ശരിയാക്കിയിട്ടാ വന്നത്. പറ, ഓൾ ഏടുണ്ടിപ്പാ? ആ കിളി പറന്നു പോയല്ലോ എൻ്റെ കബീർക്ക. അവളിപ്പോൾ നാട്ടിലെത്തിക്കാണും. നാട്ടിലോ? ഓളുടെ പാസ്പോർട്ടും കയ്യിലാന്ന് വെച്ചിട്ട് ഓക്കങ്ങനെ പോവാനൊന്നും പറ്റൂല. അർബാബ് എമിഗ്രേഷനിൽ തൈമീൻ ചെയ്തിട്ടുണ്ട്. കബീർക്ക, അവളുടെ പേരോ ജോലി ചെയ്ത സ്ഥലമോ ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എല്ലാം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതാണ് ബുദ്ധി. ഞാൻ ആരാന്ന എൻ്റെ വിചാരം?
കൊല്ലം കുറെ ആയില്ലേ ഈ PRO പണി തുടങ്ങിയിട്ട്. വല്ല രക്ഷയും? നീ പേടിക്കണ്ടടാ, ഓളൊന്ന് കാട്ടി തന്നാ മാത്രം മതി, ബാക്കി ഞാൻ ഏറ്റ്. അതിന് അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കബീർക്ക. എനിക്കൊറ്റ ചോദ്യമുള്ളൂ, നിനക്ക് അവളെ കാണിച്ചു തരാൻ പറ്റൂല്ലേ? കബീർക്ക, ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ലെന്ന്. അബു, നീ വെറുതെ തിരിഞ്ഞു കളിക്കണ്ട. ആളെ സ്വീപ്പാക്കാതെ ഓളെ നീ കാട്ടി തന്ന നിനക്കും ലോട്ടറി, ഞങ്ങൾക്കും സുഖം. നീ എന്താ അബുവിനെ പറ്റി കരുതിയത്? നിനക്കൊക്കെ പെണ്ണ് കൂട്ടി തന്ന് ജീവിക്കണമെങ്കിൽ അബുവിന് ഒന്നുകൂടി ജനിക്കണം. ഏയ് മതി, കൂടുതൽ വർത്താനമില്ല. ഇപ്പൊ ഞാൻ പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ ഓളെന്റെ കാലിലോട്ടിലുണ്ടാവും. ഓർത്തോ, കബീറ പറയുന്നത്. ആടാ. ഇല്ലമ്മ, ഈ മാസം പൈസ അയക്കാനുണ്ടാവില്ല. ജോലി സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇല്ല, ഇപ്പം എല്ലാം ഒരുവിധം ശരിയായി വരുന്നു. ഉമ്മ അവൾ എത്തിയോ? ഫർസിനൊന്ന് കൊടുക്കുമ്മ. ഫർസു, എൻ്റെ പൊന്നു മോളെ. അമ്മ ഇതുവരെ എവിടെയായിരുന്നു? ദേ അങ്ങ് ദൂരെ 7-ാം കടലിനക്കരെ. ഉമ്മ അവിടെ എത്ര ഹൂരിമാരെ കണ്ടു? ഞാൻ നോക്കിയത് ഹൂറിമാരെയല്ല, നിന്നെ കെട്ടിക്കൊണ്ടുപോകാൻ ഒരു സുൽത്താനെയാ. പിന്നെ ഇന്ന് സ്കൂളിൽ ഒരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം? കഴിയില്ലെങ്കിലേ പറയൂ. നീ വിശേഷം പറ. ഫീസ് കൊടുക്കാത്തതിന് ടീച്ചർ എന്നെ വഴക്കു പറഞ്ഞു. എന്നിട്ട് ഉമ്മ എന്തിനാ ഇത്ര വിഷമിക്കണേ? എന്റെ കൂടെ വേറെ 3-4 കുട്ടികളുണ്ടായിരുന്നു. മോളെ, ഉമ്മ, എന്റെ മോളെ. ഉമ്മ കരയില്ല ഉമ്മ. ഉമ്മ ഒന്ന് മതിയാക്കടി. വന്ന നേരം മുതൽ തുടങ്ങിയതാ. എഴുന്നേറ്റ് ഒരു റൗണ്ട് നടന്നേ മാടിച്ചി. ഹോ, ഈ അമ്മ രസം കളഞ്ഞു. അമ്മയും മോളും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ. ശരിയാ സഫിയുടെ ഒബ്സർവേഷൻ. ഇവളുടെ പപ്പയെ പോലെയാ. ഡോക്ടർ റഹ്മാനും ഇതുപോലൊരു സ്വപ്നജീവിയാ. പക്ഷെ ഞാൻ തികച്ചും പ്രാക്ടിക്കലാ. സെഫിയന്റി, മോൾ എന്താ സംസാരിച്ചേ? എന്താ ഫർസക്കുട്ടിയുടെ വിശേഷങ്ങള്? കുറേ നാളുകൂടിയാ ഞാൻ നാട്ടിലേക്ക് വിളിച്ചത്. അവളെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ഉമ്മയുള്ളതുകൊണ്ട് ഒരു പരിധിവരെ അവൾക്ക് എൻ്റെ കുറവ് അറിയില്ല. പക്ഷെ എനിക്ക് ആൻഡ് വിഷമിക്കണ്ട. നൗ യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. സഫിയ, ഒന്നോർത്ത സഫിയെ പോലെയായിരുന്നു ഞാനും. മരം ചുറ്റി പ്രേമവും പൈങ്കിളി കഥയിലെ നായികയൊക്കെയായിരുന്നു ഒരിക്കൽ ഈ രേഖ. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ ഞാനും റഹ്മാനും ഒരുമിച്ചായിരുന്നു ഹൗസ് സർജൻസി ചെയ്തിരുന്നത്. അയാളുടെ വാഗ്ദാനങ്ങൾ, പ്രലോഭനങ്ങൾ, ഒടുവിലിതാ ഞാനും എൻ്റെ മോളും മാത്രം. ഓഫ് അമ്മ, ഹൗ മെനി ടൈംസ് ആർ യു റിപ്പീറ്റിംഗ് ദിസ്? വെറും ഈഗോ, അതാണ് ഞങ്ങളെ വേർപിരിച്ചത്. റഹ്മാൻ എന്താ കരുതിയെന്നറിയോ? അയാളില്ലെങ്കിൽ ഞാനില്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ, സ്വന്തമായൊരു ഹോസ്പിറ്റൽ. മേഡത്തിൻ്റെ സാഹചര്യം പോലെ ആവണമെന്നില്ല എന്നെ പോലുള്ളവർക്ക്. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. അടിയുടെ പാടുകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല. പുറം ലോകം പോലും കാണാനാവാത്ത ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൊണ്ട് എന്ത് പ്രസക്തി? എനിവേ, സഫിയയുടെ പ്രശ്നം രാമോഹൻ ഏറ്റെടുത്തില്ലേ? ഇനിയെല്ലാം പെട്ടെന്ന് ശരിയാകും. സഫിയ രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം. അബു, ഇന്നാ ചാവി. പിന്നെ നാളെ കാലത്തെ സൈറ്റിലേക്ക് ഒന്ന് പോണം. ശരി. ഒരു മിനിറ്റ്. നിന്റെ അളിയും വന്നിരുന്നു. ആര്? നിന്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവേ, റസാക്ക്. പുള്ളി തന്നെ. എന്താവൂ? ഇനിയും കത്തുകൾ കൊടുത്ത് തീർന്നില്ലേ? പണ്ടത്തെ മാതിരി കിലോ കണക്കിന് കത്തുകളൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഫോണും മൊബൈലും ഒക്കെ ആയില്ലേ? അളിയനെ അന്വേഷിച്ച് ഞാൻ ക്യാമ്പിൽ വന്നിരുന്നു. സുഖമില്ലാത്ത ചിലതൊക്കെ ഞാൻ കേട്ടു.
എന്ത് കേട്ടുന്നാ? ഏതോ ഹൗസ് മെയ്ഡിനെ പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് ചാടിച്ചെന്നോ, അവളുമായി കറങ്ങിയടക്കുകയാണെന്നോ. എന്നിട്ട് അളിയനതൊക്കെ അങ്ങ് വിശ്വസിച്ചോ? വിശ്വസിച്ചോന്ന് ചോദിച്ചാ അളിയ, പരസ്യത്തിന് കാലേ ഉള്ളൂ, രഹസ്യത്തിന് ചിറവും കൂടിയുണ്ട്. അളിയനെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനിതൊന്നും അത്ര കാര്യമൊക്കെയില്ല. എന്നാ നാട്ടിലൊക്കെ ഇത് പാട്ടാ. എല്ലാം വെറുതെയാ. ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തെ? ആ കബീർക്ക് ഇതൊക്കെ പറഞ്ഞു വരുത്തിയത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പഠിച്ചോന്നറിയാം. ആ ധാരണ എപ്പോഴും ഉണ്ടായാൽ മതി. ആ കബീറാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞാനും കേട്ടു. അവൻ ആളൊരു ചെറ്റയാ. പിന്നെ നാട്ടിൽ കേട്ടതൊക്കെ രഹനമോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എപ്പോഴും അവളുടെ ചെവി പൊത്താൻ കഴിയില്ലല്ലോ. അളിയൻ എന്ത് കേട്ടെന്നായി പറയുന്നത്? അതിനിവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ആട്ടെ, അളിയൻ്റെ ലീവ് എന്തായി? ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത മാസം ഉണ്ടാവും. എത്രയും വേഗം നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങള് 4 ആങ്ങളമാർക്ക് ഒറ്റ പെങ്ങളാ അവള്. ഞങ്ങൾ എത്ര ആരംഭിച്ച അവളെ വളർത്തിയെന്നറിയാമല്ലോ. അവളുടെ സങ്കടം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അളിയൻ ഇതൊക്കെ 100 വട്ടം പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞെന്ന് മാത്രം. ആ, അളിയനൊരു കത്തുണ്ട്. രഹ്നമോളുടെയാ. ആ അബു, വേണ്ടാത്ത കുഴിയിലൊന്നും ചാടരുത്. എൻ്റെ രഹ്നമോൾ പാവാ. ഫർസൂന്റെ ഫീസ് അടയ്ക്കാനുള്ള കാശ് അയച്ചതിന്റെ ആശ്വാസത്തിലാണ് ഞാനിപ്പോ. അബുവിനോട് ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയുക? സഫിയക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് കാശ് മടക്കി തന്നാൽ മതി. ആ പിന്നെ സഫിയ, എൻ്റെ അളിയൻ റസാഖ് വന്നിട്ടുണ്ട്. വന്നപ്പോൾ രഹനാട് ഒരു കത്തും കൊണ്ടുവന്നിരുന്നു. എന്താ കത്തിലെ വിശേഷങ്ങൾ? ഓ സോറി, ഞാനൊരു മരമണ്ടി തന്നെ. ഓരോ പെണ്ണിനും അവളുടേതായ ഒരു ലോകമുണ്ട്. അവിടെ ഒരു രാജകുമാരനും. ഓ, അതൊക്കെ ഒരു പഴയ കൺസെപ്റ്റ് അല്ലേ? ചിലപ്പോൾ തോന്നും നീ ഇപ്പോഴും പൊന്നറയിൽ ആ പഴയ പുലിക്കുട്ടി തന്നെയാണ്. റസാഖ് എന്തോ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാനൊരു കീറാമുട്ടി ആയില്ലേ ശരിക്കും? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്നാലാവുന്നൊരു സഹായം, അതിലെന്താ തെറ്റ്? ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റാണ് അബു. അതാണ് ലോകം. അബുവിന്റെ ലൈഫ്, അബുവിനെ കാത്തിരിക്കുന്ന രഹനയുടെ ലൈഫ് ഒന്നും ഞാൻ കാരണം നശിക്കരുത്. ആരും ഒന്നും കരുതിക്കൂട്ടി ചെയ്യുന്നല്ലോ. അതുകൊണ്ട് എന്തിനാ സ്വയം പഴിക്കുന്നത്? ശരിയാ, എന്ത് പാവം ചെയ്തിട്ട് ഞാൻ ഈ അവസ്ഥയിൽ എത്തപ്പെട്ടത്? അതിന് സഫിയ, റസാഖിന് ചില സംശയങ്ങളുണ്ടെന്നേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. നമ്മൾ തമ്മിൽ കണ്ടാൽ ഇനിയും അബുവിന് പ്രശ്നങ്ങളുണ്ടാവും. പാവം രഹന, അവൾക്കൊരിക്കലും ഈ സഫിയാന്റെ ഗതി ഉണ്ടാവരുത്. സഫിയ, എനിക്ക് മാത്രമല്ലല്ലോ, നിനക്കും വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലേ നഗരത്തില്? ആര്? നിന്റെ ഭർത്താവ്. അയാളുടെ വിലാസമോ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും. ചിലപ്പോ കഥ വഴിമാറി ഒഴുകിയാലോ? ഏയ്, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല അബു. സ്വന്തം കാര്യത്തിനപ്പുറം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യൻ. അയാളെ കൊണ്ട് എന്ത് നേടേ? എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അയാളുടെ വിലാസമോ ഫോൺ നമ്പറോ ഒന്നും എൻ്റെ കയ്യിലില്ല. ആകെ ഒരു ഫോട്ടോ മാത്രമുണ്ട്. അതും വളരെ പഴയതാ. സമയം വളരെ വൈകി, ഞാൻ പൊയ്ക്കോട്ടെ? ശരി. ഡാ അയൂബേ, അനക്കറിയോ ഇവനെ?
നിങ്ങൾക്കെന്തോ ഓനായിട്ട് ബന്ധം? ഏയ് ഒന്നുമില്ല, വേറൊരാൾക്ക് വേണ്ടി ചോദിച്ചതാ. എന്തായാലും ഓനായിട്ട് അടുക്കുന്ന സൂക്ഷിച്ചു വേണം. ഓനാളത്ര ശരിയല്ലെന്നാ കേട്ടത്. എൻ്റെ സ്നേഹത്തിന് വേണ്ടി അന്വേഷിച്ചതാ. ദേ, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ പെന്റ് ഹൗസിലാ ഓന്റെ താമസം. ആരാ? മജീദിന്റെ റൂമല്ലേ? ഏത് മജീദ്? ആ, നിങ്ങളാ നേരത്തെ ഫോൺ ചെയ്ത്? അതെ. നിങ്ങൾ ആടെ ഒന്നും പോയി മുട്ടിയിട്ടില്ലല്ലോ. തിരിഞ്ഞളിക്കണ്ട, അത്തേക്ക് വന്നാളി. ജോസേട്ടാ, ദേ ഒരാള്. സെഡ്ജി, കൊണ്ടുവന്ന സാധനങ്ങളൊന്നും അത്ര പോരല്ലോ. ആ, രാവിലെ വന്നൊക്കെ കിടന്നുറങ്ങുക. വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. ആ, എന്താ ഗൗതമ, ആരാത്? എല്ലാവരും നേരം വെളുത്തപ്പോഴാണ് വന്നത്. നല്ല ഉറക്കവാ. നിങ്ങൾ പോയിട്ട് വൈകിട്ട് വാ. നീ മജീദല്ലേ, പൊന്നറയിലെ സഫിയാന്റെ കെട്ടിയോ? നിങ്ങൾക്ക് ആള് മാറിയതാ. എന്റെ പേര് ജോസ് വർഗീസ് എന്ന്. ഷാരോൺ, കം കം. Why? What happened? Yeah. ആളൊന്നും മാറിയിട്ടില്ല. ഒരിക്കൽ ഒരാളെ കണ്ട പെട്ടെന്ന് മറക്കുന്നവനല്ല ഈ അബു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊരു സഫിയെ അറിയില്ല, സോഫിയെ അറിയില്ല. നീ പോവാൻ നോക്ക്. എനിക്കറിയാം നീ സഫിയാന്റെ കെട്ടിയോൻ മജീദാണെന്ന്. നീ കബീർ ഖാന്റെ ചങ്ങാതിയല്ലേ? നീ എന്നെ കാണാൻ വന്നിട്ടില്ലേ? നായിന്റെ മോനെ കളക്കട പുറത്ത്. ഗൗതമ, ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പോകുന്നു. നോയിക്കോ, വിടില്ല ഞാൻ ഒരുത്തനെ. जाके तो अच्छा माल है तो लेके आ, तेरे को अपन पैसा दे देगा. जा. ആ അബു, ഞാൻ ഒരുപാട് നേരം വിളിച്ചോണ്ടിരിക്കുക. ദാ ഇപ്പോഴാ കിട്ടിയത്. സഫിയ, അതെ, ഇന്ന് നല്ല ജോലി തിരക്കായിരുന്നു. ഡെസേർട്ടിനടുത്തുള്ള സൈറ്റിലായിരുന്നു പണി. അവിടെ മൊബൈലിൽ റേഞ്ച് കിട്ടില്ല. മടങ്ങുന്ന വഴിക്ക് പിക്കപ്പ് കേടായി. ഒന്നും പറയണ്ട, ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ് ഞാൻ. ആ അബു, രാമോഹൻ എന്റെ സ്പോൺസറെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം അവരെ കാണാനിരിക്കുകയാണ്. അവർക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നീ പേടിക്കണ്ട സഫിയ, രാമോഹൻ നല്ല പിടിപാടുള്ള ആളാ. എന്തായാലും ജേക്കബ് കളരിക്കൽ ഡോക്ടർ രേഖയുടെ അടുത്ത് കൊണ്ടെത്തിച്ചത് കാര്യമായി. അതുകൊണ്ട് എത്രയെങ്കിലും ആയത്. ആ, പഠിച്ചവൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ആ അബു, എന്താ എന്റെ കെട്ടിന്റെ ഫോട്ടോ വാങ്ങിച്ചോണ്ട് പോയിട്ട് വല്ല പിടിയും കിട്ടിയോ? ആ സഫിയ, അതെ, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഷർട്ടിൻ്റെ പോക്കറ്റിലാണ് ഫോട്ടോ ഇട്ടിരുന്നത്. അറിയാതെ ഞാനതെടുത്ത് അലക്കാനിട്ടു. ഫോട്ടോ ആകെ കുതിർന്നുപോയി. ആകെ ഉണ്ടായിരുന്നൊരു ഫോട്ടോ ആയിരുന്നു അത്. പഴയൊരു മുറിവിന്റെ ഓർമ്മ പോലെ. ഇപ്പം അതങ്ങ് മാഞ്ഞുപോയെന്ന് കരുതാം. സാരമില്ല. അബു, ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡോക്ടറും ഗീതു ഇവിടെ ഇല്ലല്ലോ. അതിനോ, ഞാൻ വന്നത് സഫിയെ കാണാനാണ്. എന്നെയോ? എന്താണ് സാർ? സ്പോൺസറിനെ ട്രേസ് ചെയ്യാൻ കുറെ പാടുപെട്ട് കേട്ടോ. സഫിയ തന്ന മൊബൈൽ നമ്പർ ആൻസർ ചെയ്യുന്നില്ല. ലാൻഡ് ലൈൻ ആണെങ്കിൽ ഡിസ്കണക്റ്റഡും. ഒടുവിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എനിവേ, ഐ എം ഗോയിങ് ടു മീറ്റ് ഹർ ടുഡേ ഈവനിങ്. അവർക്കിപ്പോൾ എന്നോട് ഡോണ്ട് വറി, അതൊക്കെ ഞാൻ ഡീൽ ചെയ്യും. പിന്നെ ഞാൻ വന്നത് സഫിയുടെ പാസ്പോർട്ട് വാങ്ങാനാണ്. ഞാൻ കരുതി ഹോസ്പിറ്റലുണ്ടാവുമെന്ന്. അപ്പോഴാണ് മാഡം പറഞ്ഞത് സഫിയുടെ കയ്യിലാണെന്ന്. റിലീസിൻ്റെയും മറ്റ് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പാസ്പോർട്ട് അത്യാവശ്യമാണ്. ഞാൻ എടുത്തിട്ട് വരാം. സാർ ഇരിക്കെ. ഓക്കെ, പ്ലീസ്. ആ, പിന്നെ സഫിയ, റിലീസൊക്കെ ശരിയായാൽ യു വിൽ ബി ഇൻ അവർ പേറോൾ. പിന്നെ മാസം മാസം ശമ്പളം ബാങ്കിലെത്തും.
ബട്ട് ബി പോസിറ്റീവ്. എന്താ സഫിയ പേടിച്ചത്? നൗ യു ആർ എ ഫ്രീ ബേർഡ്. ഇഷ്ടം പോലെ പറന്ന് നടക്കാം. താങ്ക്സ്. വെറും ടാങ്ക്സിൽ ഇതൊന്നും ഒതുക്കാൻ പറ്റില്ല കേട്ടോ. യു ഹാവ് ടു ഗിവ് മീ എ ഗുഡ് ട്രീറ്റ്. ട്രീറ്റോ? അതിനെനിക്ക് എവിടെയാ പണം? യു സില്ലി, ഹൂ നീഡ് ഇറ്റ്? എനിക്ക് വേണ്ടത് ഈ സുന്ദരിയാണ്. തന്നെ കണ്ടപ്പോഴേ എന്റെ മനസ്സിലുണ്ടായ മോഹമാ. സോ ഐ സെഡ് സ്ട്രൈറ്റ്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ അത്തരത്തിലുള്ള ആളല്ല. നോക്കൂ സഫിയ, ഒന്നും നഷ്ടപ്പെടാതെ ആരും ഒന്നും നേടിയിട്ടില്ല. നീയൊന്ന് മനസ്സുവെച്ചാ ഡോക്ടറെക്കാളും വലിയ പദവിയിൽ ഞാൻ എത്തിക്കും. ബിക്കോസ് യു ആർ അട്രാക്റ്റീവ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. മതിയാക്ക്, എനിക്ക് ആ പദവിയൊന്നും വേണ്ട. ദയവായി എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ അബു ആണെന്ന്. അവനൊന്നും ഒരിക്കലും നിന്നെ സഹായിക്കാനാവില്ല. ആ ഡോക്ടർ മാഡം പോലും എന്റെ മുമ്പിൽ വാലുവെക്കില്ല. നിന്നെ ഈ നിമിഷം അകത്താക്കാൻ എനിക്കാവും. വെറും ഒരു ഇൻഫർമേഷൻ. അതുപോലൊരു ഒഫൻസാ നീ ചെയ്തത്. പേടിപ്പിക്കാണോ? നോക്കൂ സഫിയ, ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. മിസ്റ്റർ രാംമോഹൻ, നിങ്ങൾ എത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. പെണ്ണുങ്ങളെ ഈ കണ്ണിലൂടെ അല്ലാതെ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ലേ? പ്ലീസ് എന്നെ ശല്യം ചെയ്യരുത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കെന്നെ നിശ്ചയില്ല. ഒന്ന് ഞാൻ തീർത്തു പറയാം, നമ്മളിൽ ഒരാളെ ജീവനോടെ ഉണ്ടാവൂ. ഓക്കെ ഓക്കെ, ഫോർഗെറ്റ് ഇറ്റ്. നിന്നോടൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഈ രാമോഹൻ അറിയാം. ആശിച്ചതെല്ലാം നേടിയവനായി രാമോഹൻ. എന്റെ തമ്പുരാനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? സഫിയ, രാമോഹൻ ഇവിടെ നിന്റെ പാസ്പോർട്ട് വാങ്ങിക്കാൻ വന്നിരുന്നു അല്ലേ? ഡോക്ടർ, അയാളെ വൃത്തികെട്ടവനാണ്. ഒന്നും പറയണ്ട. നിന്റെ അവസ്ഥ കണ്ട് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിന്റെ ഒരു സില്ലി സെന്റിമെന്റ്സ് ഇക്കാലത്ത്, അതും ഇതുപോലൊരു മഹാനഗരിയിൽ ജീവിക്കണമെങ്കിലേ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടി വരും. എല്ലാവർക്കും എല്ലാം കഴിയില്ലല്ലോ. നിന്റെ പ്രസംഗമൊന്നും വേണ്ട. ഇന്നാ നിന്റെ പാസ്പോർട്ട്. ഞാൻ അബുവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എവിടാന്ന് വെച്ചാ പോക്കൂ. ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല. ഞാൻ എങ്ങോട്ട് പോകും ഡോക്ടർ? നിന്നെ പോലെ ഒരുത്തിയെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. വെറുതെ എന്തിനാ പേരുദോഷം കേൾപ്പിക്കുന്നത്? എനിക്ക് പ്രായമായ ഒരു മകളുള്ളതാ. രാംമോഹൻ അയാളൊരു വൃത്തികെട്ടവനാണ്. നോ കമന്റ്സ്. നിന്നെ പോലുള്ളവർ ഇതുപോലെ പലതും പറയും. ആ രാംമോഹൻ എത്ര കഷ്ടപ്പെട്ടു നിന്റെ കാര്യം സോൾവ് ചെയ്യാൻ. നീയും നിന്റെ സദാചാരവുമായി എവിടെയെങ്കിലും പോയി തൊലയ. ഗെറ്റ് ലോസ്റ്റ്. അന്നിവിടെ നല്ലൊരു വീട് പോയിട്ട് നല്ലൊരു റോഡ് കൂടി ഉണ്ടായിരുന്നില്ല. കടപ്പുറത്തെ ഒരുപാട് മണ്ണും ചെളിയുമൊക്കെ കോരിയിട്ടാ ഞങ്ങൾ ഈ നിലയിലെത്തിയത്. സർ, ഇനി വേറൊരു ആംഗിൾ നോക്കിയാലോ? ഹനീഫ്, ഒരു മിഡ് ഷോട്ട് ആയിക്കോട്ടെ. ജേക്കബ്, ഒന്ന് പെട്ടെന്നാവട്ടെ. ഓക്കെ സർ, റെഡിയല്ലേ? മിസ്റ്റർ തോന്നയ്ക്കൽ വരദരാജൻ, ഇപ്പോൾ ഇല്ലാത്ത ബിസിനസ് ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. ഹൈപ്പർ മാർക്കറ്റ്, ഫിലിം ഇൻഡസ്ട്രി, മാൻ പവർ സപ്ലൈ, ബാർ ഹോട്ടൽസ്, എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ നമ്മുടെ ഗ്രൂപ്പ്. അടുത്ത വർഷം സ്മാർട്ട് സിറ്റിയിൽ തുടങ്ങാനിരിക്കുന്ന ഞങ്ങളുടെ ബിഗ് പ്രോജക്റ്റോട് കൂടി ഞങ്ങൾ ടോപ്പ് 1 ആകും. ഗോപൻ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഷൂട്ടിലാണെന്ന്. ബിസിനസ് സ്റ്റാർസ് എന്ന പ്രോഗ്രാം. ഈ ജേക്കബിന്റെ ഒരേ നിർബന്ധം. അയാളോട് നാളെ വരാൻ പറ. ഓ, അവന്റെ 1 ബില്യൺ കൊണ്ട് കളിക്കുന്ന എന്റെ അടുത്താ. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ശരി ശരി. മണിക്കൂറിന് വിലയുള്ള ബിസിനസ് രാജാവാ. പ്ലീസ്. ജേക്കബ്, നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? സാർ എവിടുന്ന് വേണമെങ്കിലും തുടങ്ങിക്കോ. എല്ലാം നമുക്ക് എഡിറ്റിംഗ് ശരിയാക്കാം. ജേക്കബ്, ഒന്ന് വേഗം തീർക്ക്. പാലസിലൊരു മീറ്റിംഗ് ഉള്ളതാ. കഞ്ഞി കുടിക്കണ്ടേ? പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അങ്ങനെ പോകാൻ പറ്റില്ല സാർ. അരമണിക്കൂറെങ്കിലും ടെലികാസ്റ്റ് ചെയ്യേണ്ടതാ. ജേക്കബ് സാർ,
നോക്കൂ അബു, ഞാനിപ്പോൾ ഭയങ്കര തിരക്കില്ല. നിങ്ങളെ രക്ഷിക്കണമെന്നും സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഹെൽപ്ലെസ്സാ. സാറോട് കൈവിട്ട ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാ? എൻ്റെ റൂമിലാണെങ്കിൽ ഇന്നലെ ആ വൈഫ് നാട്ടിൽ നിന്ന് എത്തിയത്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കുക. ഞാനിതൊന്ന് തീർത്തോട്ടെ. ജേക്കബ്, ഒന്ന് വേഗമാകട്ടെ. എന്റെ സമയത്തിന്റെ വില അറിയില്ലേ തനിക്ക്? ആരാ അവരൊക്കെ? സഫിയ, നമുക്ക് പോ. കേട്ടതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ. ഇതാ പടച്ചോന്റെ വിധി. ഇതാരാ? ആരാ ഇത്? നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? എല്ലാം എനിക്കിപ്പോ അറിയണം. റസാഖ് ഉദ്ദേശിക്കുന്ന ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. ഒന്നുമില്ല അല്ലേ? നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇനി നിന്നെ ആര് വിശ്വസിക്കാനാ? എല്ലാം വിവാഹത്തിന് മുമ്പായതിനാൽ എന്റെ രഹനമോൾ രക്ഷപ്പെട്ടു. റസാഖെങ്കിലും ഞങ്ങളൊന്ന് വിശ്വസിക്കും. ഒരു തെറ്റും ചെയ്യാത്തവരാ ഞങ്ങൾ. അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ. എനിക്കതൊന്നും അറിയണ്ട. ഇനി നീ രഹനമോൾക്ക് കത്തെഴുതുകയോ വിളിക്കുകയോ ചെയ്താൽ ഞാൻ കാരണം ആ വിവാഹം മുടങ്ങരുത്. മറ്റൊരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ അബുവിന്റെ സഹായം. നീ മിണ്ടിപ്പോരുത്. നീ ഒരുത്തിയാണ് ഇവനെ മൊഞ്ചും മോറും കാട്ടി മയക്കിയെടുത്തത്. നിന്നെ പോലെ കുറെ എണ്ണത്തിന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, മറ്റുള്ളവരുടെ കുടുംബം തകർക്കാൻ. എന്തിനാ നീ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്? ആരും തുണയില്ലാത്ത ഇവളെ സഹായിക്കാൻ ശ്രമിച്ചാണോ റസാഖെ ഞാൻ ചെയ്ത തെറ്റ്? ചോര തിളയ്ക്കുന്ന ഒരാണും പെണ്ണും നടത്തവും കിടത്തവും ഒരുമിച്ച്, എന്നിട്ട് ഒന്നുമില്ലെന്നൊരു ന്യായീകരണം. ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് അബു? നിന്നെ ഞാൻ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാ? നീ ചെവിയിൽ നുള്ളിക്കോ. രണ്ടിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് റസാഖ് എന്നല്ല. ഇത് അബുവിന്റെ ക്യാമ്പല്ലേ? ഇവിടെ എത്ര നേരം എന്ന് വെച്ചാ പുറത്തിങ്ങനെ ചുറ്റിക്കറങ്ങാൻ പറ്റുക? പോലീസ് ചെക്കിംഗ് ഉള്ള സമയ. പിക്കപ്പ് ആണെങ്കിൽ കയ്യിലൂല്ല. നിക്ക് മതിയായി അബു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരറിഞ്ഞു? വിശ്വസിച്ചവരൊക്കെ കാല് മാറിയില്ലേ? ഇനി ആരുടെ മുമ്പിൽ നീ തല കുനിക്കണ്ട. ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എന്റെ ഭൂമിയിൽ ഇപ്പൊ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഒരു വാതിൽ അടയുമ്പോൾ വേറെ 100 വാതിലുകൾ തുറക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ? അതിലേതെങ്കിലും ഒരു വാതിലിൽ നമുക്കൊന്ന് മുട്ടി നോക്കാം. തൽക്കാലം ഇന്ന് രാത്രി നീ ഇവിടെ തങ്ങ. ഇവിടെയോ? മറ്റു മാർഗങ്ങളൊന്നുമില്ല. പേടിക്കണ്ട. കമ്പനിക്കാരെല്ലാവരും ഉറക്കമായെന്നാ തോന്നുന്നു. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് നേരം വെളുപ്പിച്ചോളാം. പറയുന്നത് കേൾക്ക് സഫിയ. ഇതത്ര നല്ല സ്ഥലമൊന്നുമല്ല. ദാ ആ സ്റ്റോർ റൂമിൽ പോയിരുന്നാ മതി. എങ്ങനെയെങ്കിലും നേരം വിളിക്കട്ടെ. ആരെങ്കിലും ഉണരുന്നതിന് മുമ്പ് നമുക്കിവിടുന്ന് പോവാം. ആ ബാക്കിലുള്ള ടൂൾസ് എടുക്കാൻ മറക്കണ്ട കേട്ടാ. ഇതുവരെ വർക്ക് ഉണ്ടാവുമെന്ന് കരുതിയല്ല. വെറുതെയാണ്. ഓട്ടം കിട്ടില്ലേ? അതൊക്കെ പറച്ചിലല്ലേ ഉള്ളൂ. മാസാമാസം എണ്ണിത്തരമ്പോ അറിയാം എന്ത് നക്കാപ്പിച്ചായി കിട്ടുന്നതെന്ന്. നൗഷാദേ, പിന്നെ ആ ടൂൾസ് ഒക്കെ സ്റ്റോറിൽ വെച്ചിട്ടേ പോവാവൂ. സാർ, നാളെ എപ്പോഴാ? എപ്പോഴാണെന്നോ? കാലത്തെ 6:30 റെഡി ആയിട്ട് നിന്നോളണം. ഓക്കെ? രാവിലെ എണീക്കോ? എന്റെ ഈശോയെ, പെണ്ണ് പെണ്ണ് പെണ്ണോ?
നിങ്ങൾ പ്രശ്നമാക്കണ്ട, അവൾ എൻ്റെ ഒപ്പം വന്നതാ. എത്ര നാളായി തുടങ്ങിയിട്ട്? എല്ലാവരും കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ രണ്ടാൾക്ക് കിടന്ന് മതിക്കാൻ കണ്ട ഒരു സ്ഥലം അധികമേ പറ്റില്ല. ഇവിടെ കാണും വല്ല പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഈശോയെ എന്താ അവസ്ഥ. മതി, നിർത്ത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇതെന്റെ നാട്ടുകാരിയാ. ഒരു ആപത്ത് വന്നപ്പോൾ സഹായിക്കേണ്ടത് എന്റെ കടമയാണെന്ന് വിചാരിച്ചത് തെറ്റാണോ? നേരം പുലരുന്നതിന് മുമ്പ് ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോളാം. നേരം വെളുക്കോളോ? നീ ഞങ്ങൾ അകത്താക്കിയിട്ട് അടങ്ങുള്ളൂ അല്ലേ? ഇവിടെ എപ്പോഴാ ചെക്കിംഗ് ഉണ്ടാവുന്നതെന്ന് നിനക്കറിയോ? വേറെ സ്ഥലം വിട്ടെ. പെണ്ണ് കെട്ടാത്ത നിനക്ക് എന്തു ആവാം. അതുപോലെയാണോ ഞങ്ങള്? ഞങ്ങളെ കാത്തിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെ മക്കളുടെ ഭാവി. അന്തസ്സുള്ള ഒരു ആണ് കാണിക്കുന്ന പണിയാണോ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇത്രയും നാള് ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒപ്പം കഴിഞ്ഞവരില്ലേ നമ്മള്? ഒരു ആപത്ത് വന്നപ്പോൾ തള്ളിക്കളയാൻ എല്ലാവർക്കും 1000 നാവാ. എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. ഈ ആദർശ പ്രസംഗമൊക്കെ വല്ല സിനിമയിലും കൊള്ളാം. നീ ഇപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. എന്നാ പിക്കപ്പിന്റെ ചാവി. ഇനി നിന്നെ ഇവളുടെ ഒപ്പം കണ്ടു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയുന്നില്ല. പോകാൻ തന്നെ തീരുമാനം. പക്ഷെ നിങ്ങൾ എന്നോട് ഈ കാണിച്ചുണ്ടല്ലോ, അത് വളരെ ക്രൂരമായി പോയി. വാ വാ, നീയെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു കരുതി. ഇത് ഹെൽപ്പ് എന്നല്ല പറയാം, വേറെ വാക്ക. അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ, വേണ്ടാത്ത എന്നൊന്നും ചാടി പുറപ്പെടണ്ടാന്ന്. ആത്മാവും മനസാക്ഷിയും ഒന്നുമില്ല, ആകെയുള്ളത് ശരീരം മാത്രം. മനുഷ്യനെ ആർക്കും വേണ്ട. സാരമില്ല സ്നേഹിത, വാ വാ. മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളോടെ ഈ മണ്ണിലെത്തുമ്പോൾ എൻ്റെ ഫർസുമോളുടെ ഭാവി മാത്രമായിരുന്നു മനസ്സിൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മനുഷ്യരുടെ മോഹങ്ങൾ മരിച്ചുണ്ടായി ഈ മരുഭൂമിയും, സ്വപ്നങ്ങൾ കരിഞ്ഞുണ്ടായി കടലും മാത്രം. ഒരു നല്ല കിനാവ് പോലും നിഷേധിക്കപ്പെട്ടവർ. അബു, നീ എന്നെ മറന്നേക്ക്. ഞാൻ കാരണം നീ എന്തിനാ എല്ലാം നഷ്ടപ്പെടുത്തണം? ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ? എനിക്ക് എന്നോട് മാത്രമേ ഉള്ളൂ വെറുപ്പ്. എന്റെ നിസ്സഹായതയും. അഭയം തേടി വന്ന ഒരു പാവം പെണ്ണിന് ഒരു ദിവസം പോലും മനസമാധാനത്തോടെ കഴിയാൻ അവസരം നൽകാനാവാത്ത എന്റെ കഴിവ് കേട്ടില്ല. ഒന്നും നിന്റെ കുറ്റമല്ലല്ലോ. ഈ അന്യനാട്ടിൽ വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടണ്ടായിരുന്നു. നീ പറഞ്ഞത് ഞാനും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടണ്ടായിരുന്നു. പൊന്നറയിലെ എൻ്റെ ആ പഴയ സഫീക്കുട്ടിയുടെ രൂപത്തില് നീ എന്നും നിലനിൽക്കുമായിരുന്നു. ശരി അബു, നീ പറഞ്ഞത്. നിന്റെ മനസ്സിൽ ആ പഴയ കളിക്കൂട്ടുകാരുടെ രൂപം മതി. ഇന്നത്തെ ഈ സഫീക്ക് ഒരുപാട് ദൂരം താണ്ടാനുണ്ട്. ഉപ്പ ഉപേക്ഷിച്ച് പോയ എൻ്റെ മോൾ ഫർസൂന്, എൻ്റെ ഉമ്മാനെ, അവർക്ക് വേണ്ടി ഈ മരുഭൂമിയുടെ ദൂരങ്ങൾ നടന്ന് തീർത്തേ മതിയാവൂ. സഫിയ, ഞാൻ പറഞ്ഞത്. വേണ്ട, നിനക്കിനി നല്ലൊരു ഭാവിയുണ്ട്. കാത്തിരിക്കാൻ നിന്റെ പെണ്ണും, സ്നേഹിക്കാനും ശാസിക്കാനും ബന്ധുക്കൾ. ദേ, ആ മണൽക്കുന്ന് ഇറങ്ങിയാൽ ഞാൻ ജോലി ചെയ്ത വീടായി. ഞാൻ അങ്ങോട്ട് തന്നെ പോയിക്കോളാം. ഇനിയും അവിടെ പോയി നിറയിക്കാനാണോ നിന്റെ ഭാവം? ഒരു പക്ഷെ അങ്ങോട്ട്. അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണം, അത് ജീവിക്കണം. അല്ലാഹുവിൻ്റെ ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? എനിക്ക് പൊരുതി ജയിക്കണം. തളർന്നിരിക്കാൻ എനിക്ക് വയ്യബു. സഫിയ, നിന്നെ ഇനി ഒരിടത്തേക്ക് ഞാൻ വിടില്ല. നിനക്ക് ഞാനുണ്ട്. നീ ഒരിക്കൽ എന്റെ കൈപ്പിടിന്ന് പാറി പറന്നുപോയ കിനാവായിരുന്നു. ഇന്നിപ്പോ പടച്ചോൻ വീണ്ടും ഇല്ല. ഇനി നിന്നെ ഇങ്ങനെ നിറയിക്കാൻ ഞാൻ വിടില്ല. വേണ്ട അബു, എനിക്ക് സന്തോഷായി. ഇപ്പോഴാണ് നീ ഒരാണായത്. എന്ത് നേടം കരുത്തനായ ഒരാണ്. സഫിയ, ഞാൻ വിളിച്ചപ്പോ നീ വന്നു.
സോറി അബു. ഇപ്പൊ നീ വിളിക്കുമ്പോ നമ്മുടെ വഴികൾ വേറെയാണ്, ലക്ഷ്യങ്ങളും. സഫിയ, ഇത് സ്വപ്നമല്ല, ജീവിതമാണ്. ഒരിക്കൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിന്റെ ഒപ്പമുള്ളൊരു ജീവിതം. പടച്ചോന്റെ ഖജനാവിൽ ഇനി സമയമുണ്ടെങ്കിൽ ഇപ്പൊ അബു പൊയ്ക്കോ. മണൽക്കാറ്റേറ്റ് അതിജീവനത്തിനായി അവൾ ദൂരെ ദൂരെ പോയി. അവൾക്ക് സഹയാത്രികരായി മറ്റനേകരും. മണൽക്കാറ്റേറ്റ് അതിജീവനത്തിനായി അവൾ ദൂരെ ദൂരെ പോയി. അവൾക്ക് സഹയാത്രികരായി മറ്റനേകരും.